ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീസ് PSC വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പഞ്ചവത്സര പദ്ധതികൾ, അവസാനത്തെ പഞ്ചവത്സര പദ്ധതിയായ 12ാം പഞ്ചവത്സര പദ്ധതിയിലേക്ക് കിടക്കുകയാണ്. ഇന്നത്തേയോടുകൂടി പഞ്ചവത്സര പദ്ധതികളുടെ ക്ലാസ് തീരുവാണേ. പഠിച്ചാലോ? അപ്പോൾ 2012 മുതൽ 2017 വരെയായിരുന്നു 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. സുസ്ഥിര വികസനം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഗ്രോത്ത് എന്നുള്ളതായിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതുകൂടാതെ ത്വരിതഗതിയിലുള്ള വളർച്ച, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വികസനം, ഇതൊക്കെ ഇതിൻ്റെ മറ്റ് ലക്ഷ്യങ്ങളായിരുന്നു. അതുപോലെ നീതി ആയോഗ് നിലവിൽ വന്നത് ഈ ഒരു പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 2014 ആസൂത്രണ കമ്മീഷനെ പിരിച്ചുവിടുകയും 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വരികയും ചെയ്തു. നീതി ആയോഗിൻ്റെ ഫുൾ ഫോം PSC ചോദിക്കാറുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നുള്ളതാണ്. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ എപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കും. ഓക്കെ. അതുപോലെ ഈ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് രേഖയിൽ 9% ലക്ഷ്യം ആയിരുന്നു നേടേണ്ടിയിരുന്നത്. എന്നാൽ 2012 ദേശീയ വികസന സമിതി യോഗം ചേരുകയും അതിൻ്റെ ലക്ഷ്യം 8% പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് പഞ്ചവത്സര പദ്ധതികളൊക്കെ എല്ലാം ക്ലാസ്സുകൾ കണ്ട് പഠിക്കുക. ഓക്കെ, ബൈ.